കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഹൂത്തി വിമതർ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയതിൻ്റെ പ്രത്യാക്രമണമായി വ്യാഴാഴ്ച അതിശക്തമായ തോതിലായിരുന്നു ഇസ്രായേൽ സൈന്യം ഹൂത്തികളുടെ ആസ്ഥാനമായ യമനിലെ സനായിൽ ആക്രമണം നടത്തിയത്. സനായിലുള്ള അന്താരാഷ്ട്ര വിമാനത്താവളവും 3 പ്രധാനപ്പെട്ട തുറമുഖങ്ങളും എല്ലാം തന്നെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ തകർന്നിരുന്നു. ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലോകാരോഗ്യ സംഘടനയുടെ സെക്രട്ടറി ജനറലും യാത്രയ്ക്കായി എത്തിയിരുന്നു. അദ്ദേഹം പക്ഷേ അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെടുകയായിരുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ച് ഹിസ്ബുള്ളയും ഹമാസിനെ എല്ലാം ഒതുക്കിക്കഴിഞ്ഞ നിലയ്ക്ക് ഇപ്പോൾ അവർ ആക്രമിക്കാനെത്തുന്ന ഹൂത്തികൾ മാത്രമാണ് പ്രശ്നമായിട്ടുള്ളത്. മറ്റ് ഭീകര സംഘടനകളെ അപേക്ഷിച്ച് താരതമ്യേന ശക്തി കുറവുള്ള ഹൂത്തി വിമതർ അവരെ എത്രത്തോളം ആക്രമിക്കുമ്പോഴും അവർ വീണ്ടും ഇങ്ങനെയാണ് ഇത്തരത്തിൽ ആക്രമണം അഴിച്ചുവിടുന്നത് എന്ന ആലോചനയിലായിരുന്നു ഇസ്രായേൽ. അതിന് കനത്ത തിരിച്ചടി നൽകാൻ തന്നെയാണ് അവർ ഇപ്പോൾ വീണ്ടും അവിടെ എത്തി ഏതാണ്ട് 25ഓളം യുദ്ധവിമാനങ്ങൾ ആക്രമിച്ച് അവരുടെ പ്രധാന സങ്കേതങ്ങളൊക്കെ തന്നെ നിലംപരിശാക്കിയത്. ഇനി ഏതായാലും ഇസ്രായേലിലെ ജനങ്ങൾ പേടിക്കേണ്ടതില്ല. അവർക്ക് ഇരട്ട കവചം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഒരു വശത്ത് താഡ് മിസൈൽ പ്രതിരോധ സംവിധാനവും മറുവശത്ത് അയൺഡോമുകളുമുണ്ട്. ഇസ്രായേലിൻ്റെ എല്ലാ അതിർത്തികളും സംരക്ഷിക്കാൻ ഇനി യുദ്ധസന്നദ്ധരായി ഈ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിരത്തോളം കാലം ഇസ്രായേലിലെ ജനങ്ങൾ ഒന്നും പേടിക്കേണ്ടതില്ല. കാരണം അത്രത്തോളം ശക്തമാണ് ഇനി അങ്ങോട്ടുള്ള അവരുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ.